നബാർഡിൻ്റെ ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ കുറച്ച് ദിവസം മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ചാനലുണ്ട്, ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറിയിട്ട് ആ വീഡിയോസ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസിന് താഴെ കുറച്ച് കമൻറ്റുകൾ വന്നിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അഡ്മിറ്റ് കാർഡ് ഫില്ല് ചെയ്യേണ്ടത്, നമ്മൾ എക്സാം ടൈമിലാണോ, അപ്പോൾ അഡ്മിറ്റ് കാർഡിൽ കുറച്ച് സ്പേസ് കാര്യങ്ങളുണ്ട്, ഫോട്ടോ ഒട്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഈ പറയുന്നത് എക്സാം ടൈമിലാണോ ഫില്ല് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ഇപ്പം ഫില്ല് ചെയ്ത് പോകണോ എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ സംശയങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്നതുകൊണ്ട് നമ്മുടെ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് തരാം, ജിയോസിൽ എജുലാൻഡിൻ്റെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, ജിയോസിൽ എജുലാൻഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് ഇതേപോലെ ഹോം പേജിലേക്ക് കയറാൻ പറ്റും. ഹോം പേജിൽ കയറിയാൽ നിങ്ങൾക്ക് കൂടെ കാണാം അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഒരു കോളം കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം നബാർഡ് ഓഫീസ് അഡ്മിറ്റ് കാർഡ് എന്നുള്ള, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിപ്പം ഇതിൻ്റെ ടെസ്റ്റ് സീരീസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും വേണമെങ്കിൽ നോക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുക ഫോർ എക്സാം എന്നുള്ളത് കൊടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടെസ്റ്റ് സീരീസ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, നമ്മൾ PYQ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഡീൽ ചെയ്യാം. അപ്പോൾ ഇത് അല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ജിയോസിൽ എജുലാൻഡ് എന്ന് അടിച്ചാൽ മതി. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സെൽഫായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല യൂസ് ആകും. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന അപ്പോൾ നമ്മുടെ വെബ്സൈറ്റായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വെബ്സൈറ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ എക്സാം എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിലേക്ക് പോകും. ഇവിടെ നിങ്ങൾക്ക് മറ്റു ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഉണ്ട് ജിയോസിൽ എജുലാൻഡ്. ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ജസ്റ്റ് ജിയോസിൽ എജുലാൻഡ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല ഓരോ ഫോൾഡർ വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, അതിൽ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഇതിന് താഴോട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിലേക്ക് വരാം. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിലൂടെ കാണാൻ നബാർഡ് ഓഫീസ് അറ്റൻഡൻറ്റ് ഡൗൺലോഡ് കോൾ ലെറ്റർ എന്നുള്ളത് ഓപ്പൺ ആക്കാൻ ജസ്റ്റ് അങ്ങനെ ഓപ്പൺ ആകുന്ന സമയത്ത് ഇങ്ങോട്ട് അങ്ങനെ നബാർഡിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. അപ്പോൾ 12/11/2024 മുതൽ 21/11 വരെയാണ് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള സമയമുള്ളത്. അപ്പോൾ എക്സാം നടക്കുന്നത് നവംബർ 21 എക്സാം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടാകും, രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ മൊബൈലിൽ മെസ്സേജ് നോക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ലോഗിൻ കൊടുത്ത് അത് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഇതേപോലുള്ള ഒരു കോൾ ലെറ്ററാണ് കിട്ടുക. അവിടെ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ടാവും അതിൽ. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, അപ്പോൾ ഓഫീസ് അറ്റൻഡൻറ്റിനുള്ള ആ ഒരു അഡ്മിറ്റ് കാർഡ് ഓൺലൈൻ കോൾ ലെറ്റർ ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ രണ്ട് ഭാഗത്തായിട്ടാണ് ഇത് ഡാറ്റ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ അല്ലെങ്കിൽ യൂസർ ID ആണ് ഇവിടെ കൊടുത്തത്. ഇത് ഞാൻ ഈ ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നത് മറച്ച് വെച്ചതാണ്. ഓക്കെ, ഇവിടെ പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് അതിൻ്റെ അവിടെ പാസ്വേഡ്, നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കാറ്റഗറി നമ്മൾ കൊടുത്ത കാറ്റഗറി കാണും. പിന്നെ നെയിം ആൻഡ് അഡ്രസ്സാണ്. ഇപ്പം ഈ നമ്മുടെ ആരുടെ ആണോ കോൾ ലെറ്റർ വെച്ചാൽ അവരുടെ പേരും അവരുടെ വീട്ടുപേരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇനി ഇവിടെ റൈറ്റ് സൈഡിലും കാണാം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ വെന്യൂ കോഡ്, നമ്മുടെ എക്സാം സെൻറ്ററിൻ്റെ ഒരു കോഡ് ഉണ്ടാവും. അതായത് നമ്മൾ ടെസ്റ്റ് എവിടെ നടക്കുന്ന ചില ആ സെൻറ്ററിൻ്റെ ഒരു കോഡ് ഉണ്ട്, അത് ഇവിടെ ഉണ്ടാവും. പിന്നെ വെന്യൂ ഓഫ് എക്സാമിനേഷൻ ഇത് അവിടെ കാണാം. ഇപ്പോൾ ഇത് ആര്യാനെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. വെള്ളിക്കാട് മുണ്ടൂരാണ്, പാലക്കാട്, കേരള. ഫുൾ അഡ്രസ്സ് ഉണ്ടാവും. ഇവിടെയാണ് നമ്മൾ എക്സാം എഴുതാൻ റിപ്പോർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു വെന്യൂവിലാണ് നമ്മൾ എത്തേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ കുറച്ച് മുൻപ് തന്നെ ഒരു ദിവസം മുൻപ് തന്നെ പോയിട്ട് നിങ്ങൾ ആ വെന്യൂ ഒക്കെ ഒന്ന് പ്രോപ്പറായിട്ട് കണ്ടെത്തുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഓൺലൈൻ ടെസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേര്, അല്ലെങ്കിൽ മറ്റ് സ്കൂളിൻ്റെ പേരൊക്കെ ഉണ്ടാകുക. ഇപ്പോൾ ഓൺലൈൻ ടെസ്റ്റ് ആണല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ടെസ്റ്റ് സെൻറ്ററുകളുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും എക്സാം ഉണ്ടാകുക. ഇനി ഇവിടെ ഇതിൻ്റെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ നിങ്ങൾ നോക്കേണ്ടത് 21/11 നവംബർ 21 എക്സാം നടക്കുന്നത്. ഇതിൻ്റെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 11 AM ആണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇവർ പറയുന്നത് ഒരു 15 മിനിറ്റ് അറ്റ്ലീസ്റ്റ് മുൻപ് എത്തണം എന്നുള്ളതാണ്. ഈ 11 AM, അതായത് നിങ്ങൾ 10:45 ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന വെന്യൂവിൽ കറക്റ്റായിട്ട് എത്തണം. അപ്പോൾ നിങ്ങൾ 10:45 ആകാൻ നിൽക്കേണ്ട, 10 ആകുമ്പോൾ തന്നെ അവിടെ എത്തുന്ന രീതിയിലേക്ക് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അവിടേക്ക് എത്തുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന അഡ്മിറ്റ് കാർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഇവിടെ നിങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ടോ, ഇത് ഞാൻ മറച്ചു വെച്ചാണ്. ഇവിടെ നിങ്ങളുടെ ഓൺലൈൻ അപേക്ഷയ്ക്ക് നിങ്ങൾ സമർപ്പിച്ച സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ആണ് ഈ പറയുന്ന ഭാഗത്തുണ്ടാകുക. ഇതേ സെയിം ഫോട്ടോ, അതായത് ഇതേ സിമിലർ ഫോട്ടോ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഒട്ടിക്കണം. ഓക്കെ, അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോ തന്നെ ആകണം. അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം, ക്രോസ് ആയിട്ട് സൈൻ ചെയ്യണം. അതായത് കുറച്ച് പകുതി നമ്മുടെ പേജിലും പകുതി ഫോട്ടോയിലും വരുന്ന രീതിയിൽ നമ്മൾ സൈൻ ചെയ്യണം. അപ്പോൾ സൈനൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓൺലൈൻ അപേക്ഷയ്ക്ക് കൊടുത്ത രീതിയിലുള്ള സിഗ്നേച്ചർ കാര്യങ്ങൾ തന്നെ ആയിരിക്കണം. ഓക്കെ, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക.
ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റാത്തൊരവസ്ഥ വരും. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളിതിൽ കൊടുത്തു, അപ്പോൾ അതും നമ്മുടെ ഈ പറയുന്ന നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയും തമ്മിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോ തന്നെ ഇവിടെ ഒട്ടിക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. എക്സാം ഹാളിൽ പോകുന്നതിന് മുൻപ് നമ്മൾ ഇപ്പം തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത നിങ്ങളുടെ ഈ പറയുന്ന ഡൗൺലോഡ് ചെയ്തത് പ്രിൻ്റ് എടുത്തതിൻ്റെ കോപ്പിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഫോട്ടോഗ്രാഫും അതായത് നമ്മൾ ഒട്ടിച്ചല്ലോ, നമ്മളിവിടെ ഒരു ഫോട്ടോഗ്രാഫ് ഒട്ടിച്ച് അത് മാത്രം പോരാ, നമ്മൾ ചെയ്താൽ പോരാ. അതിൻ്റെ കൂടെ നമ്മൾ ഐ ഡി പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പാൻ കാർഡ്, വോട്ടർ ഐ ഡി, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെ ഫോട്ടോ ഉള്ള ഐ ഡി പ്രൂഫ് ആയിരിക്കണം. അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ ആധാർ കാർഡ് ഒക്കെ അതിൽ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വിവിധ ഐ ഡി പ്രൂഫുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഫോട്ടോസ്റ്റാറ്റും നിങ്ങൾ എടുക്കണം. ആ ഫോട്ടോസ്റ്റാറ്റും നമ്മുടെ ഈ അഡ്മിറ്റ് കാർഡും തമ്മിൽ നിങ്ങൾ പിൻ ചെയ്യണം. അത് പിൻ ചെയ്തിട്ട് നമ്മൾ ഇൻവിജിലേറ്ററിന് കൊടുക്കണം. അതായത് എക്സാം കഴിഞ്ഞിട്ട് അത് നമ്മുടെ ഒരു എക്സാം ഹാളിലുള്ള ഓഫീസർ ഉണ്ടാവും അല്ലെങ്കിൽ സ്റ്റാഫ് ഉണ്ടാവുമല്ലോ, അവർക്ക് നമ്മളത് കൈമാറണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഫോട്ടോ കോപ്പി കൊണ്ടുപോകണം. ഐ ഡി കാർഡിൻ്റെ ഫോട്ടോ കോപ്പി കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ ഐ ഡി കാർഡിൻ്റെ ഒറിജിനൽ നിങ്ങളെ കൈവശം ഉണ്ടായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലിവിടെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഈ പാൻ കാർഡ്, പാസ്പോർട്ട്, പെർമനൻറ്റ് ഡ്രൈവിംഗ് ലൈസൻസ്, അത് വോട്ടർ ഐ ഡി, ആധാർ കാർഡ് എല്ലാം പറ്റൂട്ടോ. എല്ലാം നിങ്ങൾക്ക് ഇതിലേക്ക് പറ്റും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് നിങ്ങൾക്ക് ഐ ഡി പ്രൂഫായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. ബാങ്കിൻ്റെ പാസ്ബുക്കിൽ ഫോട്ടോ ഉള്ള ആ രീതിയിലുള്ള പാസ്ബുക്ക് ഉണ്ട്, അത് കൊണ്ടുപോകാം. ഓക്കെ, ഇനി മറ്റ് ഐ ഡി കാർഡൊന്നും ഇല്ലെങ്കിൽ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ കയ്യിലുള്ള ഐ ഡി കാർഡൊക്കെ നിങ്ങൾ എടുത്തോളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഐ ഡി കാർഡിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൊണ്ടുപോകുന്ന ഐ ഡി കാർഡ് ഏതാണോ അത് നമ്മളിവിടെ എഴുതണം. ഏതാണെന്ന് വെച്ചാൽ അവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഇതിൻ്റെ കൂടെ പിൻ ചെയ്തിട്ട് നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് ഇവർക്ക് കൊടുക്കണം. ഓക്കെ, അവിടുത്തെ സ്റ്റാഫിന് കൊടുക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ 15 മിനിറ്റ് നിങ്ങൾ മിനിമം എത്തണം. ഞാൻ പറയുന്നത് നിങ്ങൾ 10:30 തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ അല്ലെങ്കിൽ എക്സാം വെന്യൂവിൽ എത്താൻ ശ്രദ്ധിക്കുക നിങ്ങൾ. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ഹാൻഡ് റൈറ്റിംഗ് സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും എക്സാം എഴുതുന്നതിൻ്റെ മുൻപ് എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുൻപ് ചെയ്യേണ്ട കാര്യമല്ല. ഇത് നമ്മൾ ഡ്യൂറിങ് എക്സാമിനേഷൻ, അതായത് നമ്മൾ എക്സാം നടക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാകും. അപ്പോൾ അത് ഇൻവിജിലേറ്റർ പറയും നിങ്ങളോട്, ഒന്നെങ്കിൽ എന്താണ് ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് എഴുതാൻ പറയും. അത് നമ്മുടെ സ്ക്രീനിൽ കാണിക്കും. എന്താണ് ഇവിടെ എഴുതേണ്ടത് വെച്ചാൽ നമ്മുടെ സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ അത് നമ്മളിവിടെ അതുപോലെ എഴുതി കൊടുക്കണം. നമ്മുടെ ഹാൻഡ് റൈറ്റിൽ നമ്മൾ എഴുതി കൊടുക്കണം കറക്റ്റായിട്ട് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എക്സാം സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതായത് എക്സാം ഹാളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് 11 മണിക്ക് ശേഷം, നിങ്ങൾക്കൂടെ കാണാം 11 മണിക്ക് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യമാണത്. ഓക്കെ, അതിന് മുൻപ് നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അടുത്ത് നിങ്ങൾക്കൂടെ കാണാം ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഏത് ഐ ഡി കാർഡാണ് നമ്മൾ ഈ പറയുന്ന ഈ അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ നമ്മൾ ഫോട്ടോ കോപ്പി വെച്ച് കൊടുക്കുന്നത് വെച്ചാൽ ആ ഐ ഡി കാർഡ്, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ആധാർ കാർഡാണ് കൊടുക്കുന്നതായിരിക്കും. ആധാർ കാർഡിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കുക, എൻ്റെ അടുത്ത് ഒറിജിനൽ ഉണ്ടാണ്. അങ്ങനെ ഫോട്ടോ കോപ്പി ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ബാക്ക് ജസ്റ്റ് കൂടെ വെച്ചു, അത് പിൻ ചെയ്തു. അത് പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. അതായത് ഞാനിവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, മൈ ആധാർ എന്നുള്ള ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, മൈ ആധാർ എന്നുള്ളത് നമ്മളവിടെ എഴുതി കൊടുക്കുക. അത്രയേ ഉള്ളൂ. മൈ ആധാർ എന്നുള്ളത് നമ്മളവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഐ ഡി വിത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്പർ, ഐ ഡി കാർഡിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുക. ഇനി ഇതിൽ പെടാത്ത ഏതെങ്കിലും ഒക്കെ കൊടുക്കട്ടോ. ഇവിടെ പറയുന്നത് അവിടെ കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ആ ആധാർ കാർഡിൻ്റെ നമ്പർ, ആധാർ കാർഡാണ് കൊടുക്കണമെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം വോട്ടർ ഐ ഡി ആണെങ്കിൽ വോട്ടർ ഐ ഡിൻ്റെ നമ്പറാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ എന്താണോ ഏത് ഐ ഡി കാർഡാണോ ഇവിടെ എഴുതുന്നത് അതിനനുസരിച്ചായിരിക്കണം അതിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുക. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങളുടെ പേര് എഴുതിയിട്ട് എന്താണ് നിങ്ങളുടെ പേര് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ പേര് രാജു ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കോമ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ തന്നെയാണ്. അതിന് ജസ്റ്റ് നമ്മൾ പേര് എഴുതിയാൽ മതി. രാജു ഹിയർ ബൈ ഡിക്ലെയർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് ഒരു ഡിക്ലറേഷനാണ്. നമ്മൾ ഈ പറയുന്ന ഗ്രാജുവേഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഓഫീസ് അറ്റൻഡൻറ്റ് പറയുന്ന തസ്തിയിലേക്ക് 10ാം ക്ലാസ് ആണല്ലോ യോഗ്യത. പക്ഷേ എങ്കിൽ നമുക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഗ്രാജുവേഷൻ ഉണ്ടാകാൻ പാടില്ല. അതായത് നമ്മൾ ഈ പറയുന്ന എക്സാം എഴുതുന്ന സമയത്തേക്കൊന്നും നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല, നമുക്ക് ഗ്രാജുവേഷൻ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും വലിയ ഇഷ്യൂസ് ഇല്ല. പക്ഷേ നമുക്ക് ഗ്രാജുവേഷൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കണ്ടീഷനാണ് ഇതിൻ്റെ ആ ഒരു കട്ട് ഓഫ് ഡേറ്റിലേക്ക് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒന്നുപാടെ ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. ഇൻ കേസ് നമ്മൾ ഗ്രാജുവേറ്റ് ആണെന്ന് അവർ കണ്ടെത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് പറഞ്ഞു വിടും. അതായത് നമ്മൾ അതിൽ ഫെയിൽ ആകും എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ. ഓക്കെ, ഇതിനടുത്ത് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനാണ്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ നിങ്ങൾ വീട്ടിൽ നോക്കുക നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ പ്രോപ്പറാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും നമ്മൾ എക്സാം എഴുതാൻ പോകുന്നതിന് മുൻപ് നല്ല വൃത്തിയായിട്ട് ഡ്രൈ ആയിട്ട് നമ്മുടെ കൈ സൂക്ഷിക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു ഇംപ്രഷൻ ഇവിടെ വരുത്തണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇങ്ക് സ്റ്റാമ്പ് വേണമെങ്കിൽ കൊണ്ടുപോകാം. അതായത് നമ്മുടെ ഇങ്ക് സ്റ്റാമ്പ് പാഡ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ പറയുന്ന സീലൊക്കെ അടിച്ചു കൊടുക്കുന്നതിനുള്ള ആ പാഡ് ഉണ്ടല്ലോ, ഇങ്ക് പാഡ് ഉണ്ടല്ലോ, ആ പാഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൊണ്ടുപോകാവുന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സാം ഹോളിലേക്ക് അലൗഡ് ആണ്. അപ്പം ഇനിയിപ്പം എക്സാം ഹോളിൽ അവർ തരുമോ അറിയില്ല, മേ ബി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൊണ്ടുപോകാമെന്ന് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഒന്ന് വാങ്ങി വെച്ചോളൂ. കാരണം നമ്മൾ എക്സാമിന് ഫോർ എക്സാമ്പിൾ ഇപ്പം പല എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യും, എസ്പെഷ്യലി നമ്മൾ ബാങ്കിൻ്റെ ഒക്കെ എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നമ്മളെ തമ്പ് ഇംപ്രഷൻ ചോദിക്കാറുണ്ട് അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും. ഒരു ഈ പറയുന്ന ഇങ്ക് സ്റ്റാമ്പ് പാഡ് നിങ്ങൾ വാങ്ങി വെച്ചോളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ എക്സാമിന് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളിവിടെ കാൻഡിഡേറ്റ് സിഗ്നേച്ചറാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഇതൊന്നും നിങ്ങൾ എക്സാമിൻ്റെ മുൻപ് ചെയ്യേണ്ടതല്ല. അതായത് ബിഫോർ എക്സാമിനേഷൻ അല്ല അത് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതും ഒക്കെ നമ്മൾ ഡ്യൂറിങ് എക്സാമിനേഷൻ, അതായത് എക്സാം നടക്കുന്ന സമയത്ത് ചെയ്യേണ്ടതാണ്. അതായത് എക്സാം സ്റ്റാർട്ടാകുന്ന സമയം മുതൽ ചെയ്യേണ്ടതാണ്. ഇവിടെ ഇൻവിജിലേറ്ററിൻ്റെ ആ ഒരു പ്രസൻസിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിലാണ് നമ്മൾ എക്സാം ഹാളിൽ കയറി. അതായത് 11 മണിക്ക് നിങ്ങൾക്ക് എക്സാം റിപ്പോർട്ടിംഗ് ടൈം, ആ റിപ്പോർട്ടിംഗ് ടൈമിന് ശേഷം നിങ്ങൾക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ടാകും. ഇൻവിജിലേറ്റർ നിങ്ങളുടെ അടുത്ത് വരും. ആ സമയത്താണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ പ്രസൻസിൽ നിങ്ങളിവിടെ സൈൻ ചെയ്യണം. അവർ ഈ പറയുന്ന കോളത്തിൽ, മൂന്നാമത്തെ കോളത്തിൽ അവർ സൈൻ ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ നിങ്ങളുടെ തമ്പ് ഇംപ്രഷനാണ് വേണ്ടത്. ഇത് നിങ്ങൾ ഇൻവിജിലേറ്ററിൻ്റെ മുൻപിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ നിങ്ങളുടെ സിഗ്നേച്ചറാണ്, അതും നിങ്ങൾ ഇൻവിജിലേറ്ററിൻ്റെ മുന്നിൽ എക്സാം ടൈമിന് ചെയ്യേണ്ടതാണ്. അപ്പം ഈ പറയുന്ന 2 കോളത്തിൽ ഉദ്യോഗാർത്ഥികൾ ചെയ്യാനുള്ളതും ഈ മൂന്നാമത്തെ കോളത്തിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ കോളത്തിൽ ഇവിടെ ഇൻവിജിലേറ്ററാണ് ചെയ്യേണ്ടത്, സൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാനുള്ളതാണ്, ഇതും നമുക്ക് ചെയ്യാനുള്ളതാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ തമ്പ് ഇംപ്രഷൻ ആണെങ്കിലും ഇവിടെ നമ്മുടെ സിഗ്നേച്ചർ ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എക്സാമിൻ്റെ മുൻപ് ഒരിക്കലും ചെയ്ത് വെക്കരുത്. അത് നമ്മളെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവുന്നൊരു അല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ നമുക്ക് വേറെ പരിഗണന അവർ തന്നോളുന്നില്ല. അപ്പം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ലാസ്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ടൈമൊക്കെ നമ്മളുടെ അവിടെ നഷ്ടമാകും. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പെട്ടെന്ന് നമ്മൾ ലെഫ്റ്റ് തമ്പ് ഇതൊന്നും വായിച്ച് നോക്കില്ല ചിലപ്പോൾ നമ്മൾ. അതുകൊണ്ട് പെട്ടെന്ന് നമ്മളിതൊന്ന് വായിച്ച് നോക്കാതെ ഇവിടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇവിടെ സൈൻ ചെയ്തൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. അവരുടെ മുന്നിലിരുന്നിട്ട് അവർ നമ്മളോട് പറയും അതിൻ്റെ കാര്യങ്ങളൊക്കെ. ആ സമയത്താണ് നിങ്ങളിതൊക്കെ ചെയ്യേണ്ടത്. ഇവിടെയൊക്കെ സൈൻ ചെയ്യേണ്ടത്. ഇവിടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഇവിടെ സിഗ്നേച്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ. പിന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു സിമ്പിളായുള്ളൊരു പെന്ന് നിങ്ങൾ കൊണ്ടുപോകണം. അത് ബ്ലൂ ഓർ ബ്ലാക്ക് ഏതായാലും കുഴപ്പമില്ല. ഒരു പെന്ന് നിങ്ങൾക്ക് പോകാമെന്നാണ്. നിങ്ങളെ ID കാർഡ് വേണം. പിന്നെ നിങ്ങളുടെ ഫോട്ടോ കോപ്പി നിർബന്ധമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് അവർ വാങ്ങി വെക്കും, അവർക്ക് കൊടുക്കുകയും വേണം. ഇത് പിൻ ചെയ്തിട്ട് നമ്മുടെ ID കാർഡും ആ പറയുന്ന നമ്മുടെ ഈ പറയുന്ന കോൾ ലെറ്ററും പാടെ നമ്മൾ പിൻ ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം. പിന്നെ എക്സാം ഹോളിലേക്ക് എന്തൊക്കെ പെർമിറ്റഡ് ആണെന്ന് വെച്ചാൽ മാസ്ക് ഒക്കെ കൊണ്ടുപോകുക. കാരണം കൊറോണൻ്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പലരും മാസ്ക് ഒക്കെ കൊണ്ടുപോകാറുണ്ട് ഇപ്പോഴും. ഓക്കെ, അപ്പോൾ അത് കൊണ്ടുപോകുന്നത് നല്ലതാണ്. പിന്നെ സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അതും എടുത്തു വെച്ചോളൂ. അപ്പോൾ അതൊന്നും നിർബന്ധമില്ല, പക്ഷേ ഇവർ അത് പെർമിറ്റഡ് ആണ്. അപ്പം അങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു റൂള് നമുക്കിപ്പോൾ സാധാരണ കൊറോണ മുതൽ ഇങ്ങോട്ട് ഈ പറയുന്ന ഇൻസ്ട്രക്ഷനിൽ ഇത് കാണാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അത് വെച്ചോളൂ. അതുപോലെ തന്നെ ഒരു സിമ്പിൾ പെന്ന് നിങ്ങൾ കൊണ്ടുപോകുക. അതോടൊപ്പം തന്നെ ഇങ്ക് സ്റ്റാമ്പ് പാഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതായത് ഞാൻ പറഞ്ഞ ആ ഒരു സീലൊക്കെ ചെയ്യുന്നില്ല, സീൽ ബോക്സ് ഇല്ല, നമ്മൾ സീൽ ചെയ്യുന്ന മഷി ഉണ്ടല്ലോ, ജസ്റ്റ് ഒരു ബോക്സിലായിട്ടുള്ള, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിയിട്ട് കൊണ്ടുപോകാം. നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അതിൽ പകർത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം തന്നെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾക്ക് സെൻറ്ററിൽ അത് ഉണ്ടായിക്കോണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ചില സെൻറ്ററിലൊക്കെ ഉണ്ടാകും, മേ ബി ഇല്ലെങ്കിൽ നമ്മളാണ് കുടുങ്ങുക. അപ്പോൾ അത് കൈവശം വെച്ചോളൂ. പിന്നെ നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ആയുള്ള കോൾ ലെറ്ററും നമ്മുടെ ID കാർഡിൻ്റെ ഫോട്ടോ കോപ്പിയും അതുപോലെ തന്നെ ID കാർഡിൻ്റെ ഒറിജിനലും നമ്മൾ വേണം. അപ്പോൾ ID കാർഡിൻ്റെ ഫോട്ടോ കോപ്പി നമ്മുടെ ഈ പറയുന്ന കോൾ ലെറ്ററുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ സ്ക്രൈബ് ആയിട്ടുള്ള, അതായത് PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് സ്ക്രൈബിൻ്റെ ആ ഒരു ഫോമും കാര്യങ്ങളൊക്കെ വേണം. ആ എക്സാം ടൈമിലും അതുപോലെ തന്നെ അവർക്ക് വേറെ ആളുടെ സഹായം ഒക്കെ വേണമെങ്കിൽ അതിനനുസരിച്ചൊക്കെ വേണം. പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് സെൻറ്ററുമായിട്ടൊരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുൻപെങ്കിലും
അവർ ഡയറക്റ്റ് സെൻറ്ററിൽ പോയിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. കാരണം അവർക്ക് നിങ്ങളെ അസിസ്റ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു എന്താണ് പൊസിഷൻ അറേഞ്ച് ചെയ്ത് തരണമെങ്കിലൊക്കെ അവർക്ക് നിങ്ങൾ കുറച്ചും കൂടെ എക്സാം ടൈമിന് പോയിട്ട് കാര്യമില്ല. അതായത് ശാരീരിക പ്രശ്നങ്ങളുള്ള ഉദ്യോഗാർത്ഥികളുടെ പറഞ്ഞത് കുറച്ച് മുൻപായിട്ട് തന്നെ നിങ്ങൾ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് അന്വേഷിച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ കോൾ ലെറ്റർ പ്രിൻ്റ് എടുക്കുക, ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് നമ്മുടെ ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ പറയുന്ന കുറഞ്ഞ ദിവസങ്ങളാണ് എക്സാമിനെങ്കിലും കുറച്ചും പാടെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ഒക്കെ PYQs ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ബാങ്ക് എക്സാം ബേസ് ചെയ്തിട്ടുള്ള സിമ്പിളായുള്ള ടെസ്റ്റ് കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മേ ബി ഈ പറയുന്ന മെൻ്റലിറ്റി കാര്യങ്ങൾ അല്ലെങ്കിൽ ജനറൽ അവയർനെസ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അപ്പോൾ അത് വെറുതെ നിങ്ങൾക്ക് സെൽഫ് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.